ഫ്രണ്ട്സ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ തരുന്നത്. പക്ഷേ ഇത്തവണ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ FF കുറേ നീണ്ടുപോയി എന്ന് എനിക്കറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. 10th കഴിഞ്ഞ +2 കഴിഞ്ഞ കുട്ടികളായിരുന്നു. അവരുടെ പ്രസൻസിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. ഇത്ര ലേറ്റ് ആക്കിയതിന് സോറി. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാനൊരു തുടക്കക്കാരിയാണ്. FF എഡിറ്റ് ചെയ്ത് അത്ര പരിചയമൊന്നുമില്ല. പിന്നെ ഞാൻ തീരെ വീക്കായ ഒരു മേഖല എന്തെന്ന് വെച്ചാൽ, എനിക്ക് സോങ് മിക്സ് ചെയ്യുന്നിടത്ത് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റാറുണ്ട്. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ എല്ലാവരും ഈ കംപ്ലൈൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. പ്ലീസ് ഒന്ന് കൺസിഡർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ സജഷൻസ് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് വിടണം. വേറെ ഒന്നുമില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നീ പോയി കിടന്നോ, എനിക്കെന്താ, ഞാൻ വരാം. എനിക്കിപ്പോ ഉറക്കം വരാഞ്ഞിട്ടോ. എന്താ കുഞ്ഞെ, ഒന്ന് പോ. വിഷമം വരുമ്പോ അത് പ്രകടിപ്പിക്കും. ഒരാളാണല്ലേ തന്നെയാ. നീ ഇത്രകാലം ഇത് ഹൈഡ് ചെയ്ത് നടക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ? ഞാനെങ്കിലും കുഞ്ഞെ, അവൾക്ക് എന്നെ ഓർമ്മ പോലും ഇല്ലടാ. പിന്നെ ഞാൻ എങ്ങനെ ഇത് നിന്നോട് പറയും? ഇത്ര കാലം അന്വേഷിച്ചിട്ട് എൻ്റെ കൺമുന്നിൽ വന്നപ്പോൾ എന്നെ അറിയുക പോലും ഇല്ലയെന്നറിഞ്ഞ, അതുകൊണ്ടാണ് ഞാനിതെല്ലാം മറച്ചു വെച്ചത്. അല്ലെങ്കിൽ ഇത് ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് നിന്നോടല്ലേ? നിന്നെ അറിയില്ലെന്നോ? അവള് നിന്നെ പരിചയപ്പെട്ടത് അവളുടെ 5ാമത്തെ വയസ്സിലൊന്നും അല്ലല്ലോ. 15 വയസ്സെങ്കിലും ആയില്ലേ? അപ്പൊ പരിചയപ്പെട്ട ഒരാളെ ഇപ്പൊ മറക്കുവോ? അങ്ങനെയല്ല, ചിലപ്പോ ഓർമ്മയൊക്കെ ഉണ്ടായിരിക്കും. ഒരു പക്ഷെ എന്നെ തിരിച്ചറിയാനിട്ടാണെങ്കിലും. അങ്ങനെയാണെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കാൻ പോവില്ല. എന്നെ ഓർക്കാത്തതിൽ പരിഭവം ഉണ്ടായിട്ടല്ല. ഞാൻ അവളെ കാണുന്ന പോലെയല്ല അവൾ എന്നെ കാണുന്നത് എന്നല്ല ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ, എന്നെ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അവളെന്നെ തിരിച്ചറിഞ്ഞേനെ. അവളെനിക്ക് വേണ്ടി കാത്തിരുന്നേനെ. രണ്ടും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ അവളെ സ്നേഹിക്കും പോലെ അവളെന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി എവിടെയോ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ. നീ മാറി എന്നുള്ളത് ശരിയാ. നമ്മളൊരിക്കൽ നാട്ടിൽ പോയപ്പോ ആർക്കും നിന്നെ മനസ്സിലായില്ലല്ലോ. പക്ഷേ അത്രയും പ്രിയപ്പെട്ട ഒരാൾക്ക് നിന്നെ മറക്കാൻ കഴിയോ? നമുക്ക് ഓർമ്മിപ്പിക്കാം. ഓർത്തിട്ടില്ലെങ്കിൽ ഓർക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയ പോലെ. എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞുള്ളൂ, കല്യാണം കഴിഞ്ഞില്ലല്ലോ. നീ എന്ത് ചെയ്യാനാ പോകുന്നത് കുഞ്ഞെ? നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ ഒരിക്കലും ഇത് അവളോട് പറയരുത്. നിന്നെ എനിക്ക് ഇക്കാര്യത്തിൽ ഒട്ടും വിശ്വാസമില്ല. എൻ്റെ തല തൊട്ട് സത്യം ചെയ്യ്. അങ്ങനെ ഓർമ്മിപ്പിച്ചെടുക്കേണ്ട ബന്ധമാണെങ്കിൽ അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ലെന്നാണ് അർത്ഥം. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയൊന്നുമല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ്. അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്നോട് അവൾ ഒരു പരിചയവും കാണിച്ചില്ല. മാത്രമല്ല ആവശ്യമില്ലാത്ത തട്ടിക്കയറുകയും ചെയ്തു. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് അവളെ ഞാൻ ഇത്രനാളും അന്വേഷിക്കാത്തത് കൊണ്ട് എന്നോട് ദേഷ്യം കാണിക്കുകയാണെന്നാ. അന്ന് ഞാൻ നാളെ കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞതാ. പിന്നെ നമ്മുടെ ലൈഫിൽ നടന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഇത്രനാൾ ഞാൻ അവളെ അന്വേഷിച്ചില്ലാത്തതിന് അവൾക്ക് എന്നോട് പരിഭവം ഉണ്ടായിരിക്കും
അതായിരിക്കും അവളിങ്ങനെ പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് അവളുടെ കല്യാണം, എൻഗേജ്മെൻറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് പോലും ഞാനില്ലെന്ന്. അതുകൊണ്ട് വേണ്ട കുഞ്ഞെ, അങ്ങനെ ഇടിച്ചു കയറി എനിക്ക് എവിടെ ഒരു സ്ഥാനം വേണ്ട. ഓ അപ്പി, ഞാൻ പറയില്ല, സത്യം. എന്റെ നാക്കുകൊണ്ട് തനിച്ചേച്ചി ഒരിക്കലും അറിയില്ല. നാളെ കമ്പനിയിൽ പോകുന്നുണ്ടോ? പോവാതെ പിന്നെ. എനിക്കവളെ കാണുമ്പോൾ ഇത്തിരി വിഷമമുണ്ട്, എങ്കിലും അതൊക്കെ ശീലമായാലേ പറ്റൂ. നാളെ തന്നെ പോവാതിരുന്നാൽ പറ്റില്ല. അപ്പി, ഞാൻ നിന്റെ കൂടെ കിടക്കട്ടെ? വേണ്ട, പോയി കിടന്നുറങ്ങ്. എന്നാ ഇവിടെ കിടന്ന് മോങ്ങാൻ പാടില്ല, കിടന്നുറങ്ങിക്കോണം. നാളെ ഓഫീസിൽ പോകണ്ടേ? ആ, ഞാൻ ഉറങ്ങാൻ പോവാ, നീ പൊക്കോ, രാവിലെ കോളേജ് ഉള്ളതല്ലേ. ആ, ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങി കാണില്ല, ഒന്ന് പോയി നോക്കിയാലോ? ഹലോ. അബി, ക്യാബിനിലേക്ക് ഒന്ന് വരാമോ? ആ, ഓക്കെ സാർ, ഇതാ വരുന്നു. മേ ഐ കം ഇൻ സാർ? വാടോ. ഇന്നത്തെ മീറ്റിംഗ് എല്ലാം പോസ്റ്റ്പോൺ ചെയ്തു അല്ലേ? അതെ സാർ, അത് ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുള്ള കേസാണ്. ഇനി തന്മയ വരാതെ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കുന്ന പ്രൊജക്റ്റ് ആയിരുന്നു. ഏതായാലും ഇനി സൈറ്റ് വിസിറ്റിന് പോകുമ്പോൾ ഒരു മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്യാം. സർ, സൈറ്റ് വിസിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ. മീറ്റിംഗ് കുറച്ച് അർജൻറ്റാണ്. അപ്പോൾ പിന്നെ രണ്ടും ഒരുമിച്ച് നടത്തിയാൽ ശരിയാകും. അതാണ് ഞാനിന്ന് തനുവിൻ്റെ കൂടെ മീറ്റിങ്ങിന് അബി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്. അവർ ചെറിയ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എല്ലാം അടിച്ചു പൊളിച്ച് സ്ഥലം ക്ലീൻ ആക്കിയിടാം, ബാക്കി ജോലി നമ്മൾ ചെയ്താൽ മതി എന്നായിരുന്നു. ഇനി അങ്ങനെയല്ല, പഴയ കെട്ടിടം അതുപോലെ നിലനിർത്തി ജസ്റ്റ് ഒന്ന് റിനോവേറ്റ് ചെയ്തൊരു മ്യൂസിയം ആക്കാനാണ് ഉദ്ദേശം. അപ്പൊ പിന്നെ സൈറ്റ് വിസിറ്റ് കുറച്ച് നേരത്തെ നടത്തേണ്ടത് അത്യാവശ്യമാണല്ലോ. പിന്നെ ബാക്കി സ്പേസിലാണ് പുതിയ വർക്കെല്ലാം വരുന്നത്. അപ്പൊ അതിന്റെ സ്പേസ് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ അബി എന്തായാലും പോകണമല്ലോ. പിന്നെ അപ്പൊ താനും കൂടെ വരട്ടെ, അപ്പൊ ഒരു മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ സാർ. അബി, ആർ യു ഓക്കെ? യെസ് സർ, ഐ എം ഓക്കെ. ആക്ച്വലി തന്നെ ഞാനിന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ഇന്നലെ എൻഗേജ്മെന്റിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു, ആകെ ടയേർഡായ പോലെ, എന്തോ വിഷമവും ഉള്ള പോലെ. ഇന്ന് താനു വരാത്ത സ്ഥിതിക്ക് അബിക്ക് ഒരു ദിവസം ലീവ് എടുക്കായിരുന്നു. വേണമെങ്കിൽ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് പൊക്കോളൂ കേട്ടോ. നോ സർ, ഞാൻ ഓക്കെയാണ്. ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, ഇപ്പം അത് ഓക്കെ ആയി. ആ തലവേദന ശരിക്കും ഓക്കെ ആയോ? ഓക്കെ ആവും സർ. അതിനായിട്ട് വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല. അതൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് ഓക്കെ ആയി പോവും. അബി സർ, പറയൂ സർ. പുതിയ സജഷൻസ് ഒക്കെ എന്തായിരുന്നു? അതിൻ്റെ ഡീറ്റെയിൽസ്? അത് മെയിൽ അയച്ചതാണ്. അബി എന്തായാലും ആ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യേ. ഞാൻ ആ മെയിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഞാൻ തനുവിൻ്റെ മെയിലേക്കായിരുന്നു ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇനി അത് ഞാൻ അബിക്ക് അയച്ചു തരാം. ചിലപ്പോൾ താനും നാളെ കൂടെ ലീവായിരിക്കും കേട്ടോ. അവര് മുൻപ് പരിചയമുള്ള ആൾക്കാരാണെങ്കിലും കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് രണ്ടുപേരും പ്രിപ്പയർഡ് ആയിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോ അവർക്ക് പരസ്പരം ഒന്ന് സെറ്റ് ആവണമെങ്കിൽ ഒരു സ്പേസ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് നാളെ കൂടെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവളുടെ കാര്യമാണ്, എന്താ തീരുമാനിക്കാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും
അബി ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തേക്കും. ഓക്കെ സാർ. കുഞ്ഞാ കുഞ്ഞാ, എന്താ അബി? എത്ര നേരമായി ഡ്രസ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു പോയിട്ട്? ഫോണിലായിരുന്നു. ആരോടാടി റൂമൊക്കെ ക്ലോസ് ചെയ്ത് സംസാരിക്കുന്നത്? നിന്റെ അമ്മായിയപ്പനോട്. അല്ല പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ അന്വേഷിച്ചു വരാൻ? ഇത്ര നേരം ഞാൻ പിന്നാലെ നടന്ന് സംസാരിച്ചതൊന്നും കേട്ടില്ലല്ലോ. ഓ, അപ്പൊ ഞാൻ വേറെ മൂഡിലായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ പിന്നീട് സംസാരിക്കാന്ന്. അപ്പൊ നിനക്ക് ചറപറ മഴ പെയ്യും പോലെ അപ്പ അങ്ങ് സംസാരിച്ച് തീർക്കണം. ഓ, എനിക്ക് നിന്നെ പോലെ കുറെ നേരം മനസ്സിൽ വെച്ച് നടക്കാനൊന്നും കഴിയില്ല. എനിക്ക് അപ്പോഴേ നിന്നോടെല്ലാം പറയണം. നിനക്കല്ലേ സീക്രട്ടൊക്കെ ഉള്ളൂ. നമ്മൾ അങ്ങനെയൊന്നും അല്ലേ. എന്താ കുഞ്ഞ, ഞാൻ പറഞ്ഞതല്ലേ എന്താ കാര്യമെന്ന്. ആ, അത് വിട്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ എന്താ ഹൗസ് ഓണർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു? അത് പിന്നെ നീ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞതുകൊണ്ട് 1 മാസത്തെ റെന്റ് എക്സ്ട്രാ കൊടുക്കണത്രേ. ഓ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? തരാം, പക്ഷെ ആ 1 മാസം കൂടി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു പറഞ്ഞു. അത്ര തന്നെ. അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറില്ലേ? അതിന് ആ ഫ്ലാറ്റിന്റെ ഇന്റീരിയർ വർക്കൊന്നും തീർന്നില്ലെന്ന് പറഞ്ഞല്ലോ അങ്കിള്. തീർന്നല്ലോ, ഞാൻ പോയി കണ്ടതല്ലേ. ഇനിയിപ്പോ ഫ്ലാറ്റിലാവുമ്പോ സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലും അത് സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോ ഇനി 1 മാസം കൂടി ഇനിയും വെയിറ്റ് ചെയ്യണം. ഇത്തവണ തന്നെ നിന്നെ സുരഭിയുടെ വീട്ടിലാക്കി പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അവള് പാവല്ലേ? പാവൊക്കെ തന്നെയാ, പക്ഷേ ഞാൻ അധികം അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിന്നാ അവൾക്ക് എൻ്റെ അടുത്തുള്ള സ്വാതന്ത്ര്യം കുറച്ച് കൂടും. ഇപ്പോഴേ കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓ, ഈ പന്ന ചെറുക്കൻ. നിനക്ക് ലോകത്തിലെ വേറെ പെണ്ണുങ്ങളെ ഒന്നും പിടിക്കില്ലേ? ആ, എനിക്കങ്ങനെ എല്ലാരും പിടിക്കില്ല. അയ്യോ, ഒരു ഡെഡിക്കേറ്റഡ് ലവർ. എന്നാ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, പ്രകടിപ്പിക്കാൻ നോക്കണം. കുഞ്ഞെ, നീ ആവശ്യമില്ലാതെ അവളുടെ പേരും പറഞ്ഞ് എന്നെ പ്രൊവോക്ക് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് വളരെ സ്മൂത്തായിട്ട് പോകുന്ന അവളുടെ ലൈഫിൽ കൂടെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണോ? അതും അവൾ മനസ്സാ വാച വിചാരിക്കാത്ത ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു. എന്നാ നീ ഇവിടെ ദേഷ്യപ്പെട്ടോണ്ടിരുന്നോ? ഞാൻ പോവാ. അയ്യോ, പിണങ്ങിയോ? നീ ചേട്ടന്റെ കുഞ്ഞു പെങ്ങളല്ലേടി. ഞാൻ നിന്നോടല്ലാതെ ആരോടാ പിണക്കം കാണിക്കുക? എന്റെ പൊന്നു വന്നേ, ഏട്ടൻ വെറുതെ പറഞ്ഞതാ കേട്ടോ. സോറി. ഏട്ടൻ അതെ, വലിയ ഏട്ടൻ. നീ എന്റെ കുഞ്ഞല്ലേടി, എന്റെ കുഞ്ഞു പെങ്ങള്. ആണോ? എങ്കിൽ നാളെ വരുമ്പോ എനിക്കൊരു ആ കെയർ ഓഫില് പുതിയ ഓർഡർ ഒന്നും വേണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ എങ്ങനെ അറിഞ്ഞു ഫ്ലാറ്റിന്റെ കാര്യം? അത് ഫോൺ വിളിച്ചപ്പോ. ഫോൺ വിളിച്ചപ്പോഴോ? അല്ല, അന്ന് എൻഗേജ്മെന്റിന് പറഞ്ഞു. അന്നോ? അന്ന് ഫോൺ നീ എന്താ നേരത്തെ പറഞ്ഞ? എന്റെ പൊന്നബി, നീ എങ്ങോട്ടോ പോയില്ല എൻഗേജ്മെന്റിന്റെ അന്ന്. പിന്നെ ഞാൻ അവിടെ പോസ്റ്റായി. കുറെ കഴിഞ്ഞപ്പോ അങ്കിൾ അവിടെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് ഓരോന്ന് സംസാരിച്ചപ്പോ പറഞ്ഞതാ. എന്നാലും ആ ഫ്ലാറ്റിന്റെ ഇന്റീരിയർ വർക്ക് എല്ലാം തീർന്നതാണല്ലോ. അതിന് ആ ഫ്ലാറ്റ് ഇല്ല, അത് വേറെ ആർക്കോ കൊടുത്തത്രേ. അത് 2 BHK ആയിരുന്നില്ലേ? ഇനി തരാൻ പോകുന്നത് 3 BHK, കുറച്ചുകൂടെ നല്ല ഏരിയയിലാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്കും തോന്നി അതാണ് ബെറ്റർ എന്ന്. അബിയോട് അതിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു. എന്താ സംസാരിക്കാത്തതെന്ന് എനിക്കറിയില്ല. അതിന് ഇന്ന് അബിയുടെ മൂഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും സാറ് മറന്നുപോയത്. അതിന് ഞാൻ കമ്പനിയിലേക്ക് വരുമ്പോ എഗ്രിമെന്റിൽ 2 BHK ഈ സെയിം ഫ്ലാറ്റ് നമ്പറൊക്കെ ആണല്ലോ തന്നത്. പിന്നെന്താ അത് ചേഞ്ച് ചെയ്തത്? എനിക്കറിയില്ല, നിനക്ക് എന്നെ ചോദിച്ചൂടെ? ചിലപ്പോ മരുമോൻ ഒന്നുകൂടെ നല്ല ഫ്ലാറ്റിൽ ജീവിക്കട്ടെ എന്ന് തോന്നിക്കാണും. പൊടി താറാവും കുഞ്ഞ്. താറാകുഞ്ഞാണോ? മയിലും കുഞ്ഞ്. നീ അവളെ തന്നെ കിട്ടും. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ക്യാരറ്റും ബനാന മിൽക്കും മാത്രം കഴിച്ച് ജീവിക്കും. കണ്ടോ, ഇതെന്റെ ശാപമാണ്. ഡി അടയ്ക്കക്കുരുവി, നിനക്കാൻ തരാടി. നീ പോടെ എലുമ്പോ.
കുഞ്ഞെ, നീ എനിക്ക് വീണ്ടും ഹോപ്പ് തരികയാണോ? നീ ഓരോന്ന് പറയുമ്പോൾ അവൾ എന്നെ വിട്ടു പോയില്ല എന്ന് എനിക്കൊരു തോന്നൽ. എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് എനിക്കൊരു തോന്നൽ. അബി വരും. എന്റെ അബി ആഗ്രഹിച്ച ഒരേ ഒരു കാര്യമാണ്, അത് നടക്കും അബി. അനു, നിനക്കൊന്ന് പോവാതിരുന്നൂടെ? ഇന്നും കൂടെ ഇവിടെ നിൽക്ക്. എന്റെ പൊന്ന തനു, ഇനിയും ഞാൻ ഇവിടെ നിന്നാ നിന്റെ അച്ഛനോടുള്ള സത്യം എനിക്ക് പറയേണ്ടി വരും. പുള്ളിക്ക് അല്ലെങ്കിൽ തന്നെ എന്തോ ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കാന്നാ എന്തെങ്കിലും ചോദിക്കാൻ. കുറച്ചു മുമ്പ് അതിനൊന്ന് ട്രൈ ചെയ്തു, പക്ഷേ നീയപ്പോ അടുത്തുള്ളത് കൊണ്ടാ പിന്നെ മിണ്ടാതെ തിരിച്ചു പോയത്. ചോദിച്ചാൽ ഞാൻ സത്യം പറയും. അത് നിനക്ക് വേണോ? അനു പ്ലീസ് പറയരുത്. ചിലപ്പം നിന്നെ വിളിച്ചു ചോദിക്കുമായിരിക്കും, എങ്കിലും പറയരുത്. അതിനൊക്കെ വഴി വെക്കുന്നത് നീയല്ലേ? നീ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കേ. നിന്നെ കണ്ട ആർക്കും സംശയം തോന്നും. ഞാൻ ശ്രമിക്കുന്നുണ്ടാനു, പക്ഷെ പറ്റണ്ടേ. ഇവിടെ നിന്ന് അങ്ങ് പോവാന്ന് വെച്ചാ അറിയാം. നീ ഫ്ലാറ്റിലേക്ക് പോയാ ദീപ് നിന്നെ പേഴ്സണലായിട്ട് കാണാൻ വരും. അത് നിനക്ക് ഒഴിവാക്കണം. രണ്ടാമത് 2 ദിവസം കഴിഞ്ഞ് നീ ഇവിടെ ഉണ്ടാവണം. നിന്റെ ഫ്യൂച്ചർ അമ്മായിയപ്പൻ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? അയാളുടെ എക്സ് വൈഫുമായിട്ട് എൻഗേജ്മെന്റിന് ജസ്റ്റ് ചടങ്ങ് മാത്രമല്ലേ നടത്തിയുള്ളൂ. ഡേറ്റ് ഫിക്സ് ആക്കിയില്ലല്ലോ. അപ്പൊ 2 ദിവസത്തിനകം നിന്റെ കാര്യത്തിന് എല്ലാ തീരുമാനമാവും അല്ലേ? അനു, എന്നോട് ഒച്ച വെച്ചിട്ട് കാര്യമില്ല. തീരുമാനിക്കേണ്ട നീയാണ്. ഞാൻ നിന്നോട് മുമ്പ് ബിബീഷിനെ കെട്ടാൻ നിർബന്ധിച്ചെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ അന്നഭിറാം മാരീഡ് ആണെന്ന് ഞാനും വിചാരിച്ചത്. ഇപ്പൊ നിനക്ക് സത്യം അറിയാം, അബി മാരീഡ് അല്ല. അവൻ നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നെന്ന് അന്ന് എൻഗേജ്മെന്റിന് ഏത് പൊട്ടനും അവനെ കണ്ട് തിരിച്ചറിയാൻ പറ്റും. പിന്നെ നിന്റെ ഫീലിങ്സ് അത് മറ്റെല്ലാരെക്കാളും എനിക്കറിയാം. ആ നിനക്ക് ബിബി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കിപ്പോഴും സംശയമാണ്. നിങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ മാരേജിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ പാരന്റ്സിന്റെ കഥ തന്നെ നീ പറഞ്ഞിട്ടില്ലേ? അനു, എന്റെ അച്ഛന്റെ അമ്മേന്റെ സ്റ്റോറി മറ്റൊന്നാണ്. അച്ഛൻ അമ്മയെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അച്ഛനെ വേറൊരാളെ ഇഷ്ടമായിരുന്നു. അമ്മയെ ഭാര്യയായിട്ട് മാത്രമല്ല, ഒരു സുഹൃത്തായിട്ട് പോലും അച്ഛൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയോ ഞാൻ ജനിച്ചു, അത്ര തന്നെ. അമ്മ പക്ഷേ അച്ഛനെ സ്നേഹിച്ചിരുന്നില്ലേ എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ടോ പരിഭവം പറഞ്ഞിട്ടോ ഞാൻ കേട്ടിട്ടേ ഇല്ല. അവർ തമ്മിൽ ഒരിക്കൽ പോലും ഒരു വഴക്ക് പോലും ഉണ്ടാകുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ ബന്ധം എന്തായിരുന്നെന്ന് എനിക്കിപ്പോഴും നിർവചിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ എന്റെയും ബിബിയുടെയും സ്റ്റോറി മറ്റൊന്നല്ലേ? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ? അതിനിടയിൽ എപ്പോഴും അവൻ എന്നോടൊരു ഇഷ്ടം തോന്നി. അവന്റെ അച്ഛനും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോ അവൻ അതൊരു ബലമായി. അതുകൊണ്ട് എന്നോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷേ അവൻ എന്നെ മനസ്സിലാക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെയാ ഞാൻ റാമിന്റെ കാര്യം അവനോട് പറഞ്ഞത്. അവൻ പരിഭവം പോലും പറഞ്ഞില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കാം, അവനെ തിരിച്ച് പ്രണയിച്ചില്ലെങ്കിൽ അവന് പരാതിയില്ലെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാവാത്തത് കൊണ്ടാ ഞാൻ റാം ഒരിക്കലും വന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവൻ വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ ഞാൻ അവനെ അവിശ്വസിച്ചു പോയി. അതാ ഇപ്പൊ ഞാൻ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. നിനക്കായാലോ ഏത് ഘട്ടത്തിലാണ് ഞാൻ വിഭീഷണോട് ഓക്കെ പറഞ്ഞതെന്ന്? ഞാൻ അവനോട് ഓക്കെ പറഞ്ഞ നിമിഷം മുതൽ എനിക്ക് അവനോടൊരു ഉത്തരവാദിത്വമുണ്ട്. ഇനിയും അവനെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോ റാമിനെ ഹേർട്ട് ചെയ്യാൻ നിനക്ക് പറ്റും? അനു, ബിബിയെ ഞാൻ ചൂസ് ചെയ്ത റാമിന് എത്രത്തോളം ഹേർട്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ അവന്റെ ഇരട്ടി ഞാനും ഹേർട്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് ബിബിയെ ഹേർട്ട് ചെയ്യാൻ വയ്യ. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ബിബിയെ കല്യാണം കഴിച്ചു പോയാൽ അവന് ഞാനുണ്ടെന്ന പ്രതീക്ഷ ഇല്ലാതായ അവനെ
പെയിനിൽ നിന്നൊക്കെ ഹീലാവാൻ ഒരു നല്ല കുടുംബമുണ്ട്. സ്നേഹമുള്ള അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം ഉണ്ട്. പക്ഷെ ബിബിയുടെ അവസ്ഥ അതല്ല. നിനക്കറിയില്ലേ, കുട്ടിക്കാലത്ത് അമ്മ നഷ്ടപ്പെട്ടതാ എനിക്ക്. എന്റെ വേദന കാണാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. ബിബി എപ്പോഴും പറയും അവൻ അച്ഛനുണ്ട്, അമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവന് തോന്നുമ്പോഴൊക്കെ അവൻ അമ്മയെ പോയി കാണാറുണ്ട് എന്നൊക്കെ. ഈ ഇടയ്ക്ക് അവൻ എനിക്ക് അവന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ അയച്ചു തന്നു. ശരിക്ക് ഡ്രസ്സ് ചെയ്തിട്ടില്ല, മുടിയൊന്നും ചീകി ഒതുക്കിയിട്ടില്ല, മെലിഞ്ഞ് വേറൊരു രൂപം. എന്നിട്ട് അവൻ പറയായിരുന്നു, കുട്ടിക്കാലത്ത് അമ്മയുള്ളൊരു കുട്ടിയുടെ ലക്ഷറി അതെന്തെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്തത് കൊണ്ട് അമ്മയില്ലാത്ത നഷ്ടം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല തനു എന്നൊക്കെ. ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അവന്റെ ഉള്ളിൽ അവൻ ഒതുക്കി വെച്ച നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. ഏത് കുഞ്ഞിനും അങ്ങനെ തോന്നുമ്പോ പോയി കാണേണ്ട ആളല്ല അമ്മ, എപ്പോഴും കൂടെ ഉണ്ടാവേണ്ട ആളാണ്. എല്ലാവർക്കും ഒരമ്മയുടെ കെയറിങ്ങും സ്നേഹവും ഒക്കെ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. കുട്ടിക്കാലത്ത് ഇതൊന്നും കിട്ടാതെ വളർന്ന് അവനെ ഹേർട്ട് ചെയ്യുന്നത് ആലോചിക്കുമ്പോ വിങ്ങി പൊട്ടിക്കറിയുന്ന എന്റെ മുഖം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. ആരെങ്കിലും ഒന്ന് തലോടിയിരുന്നെങ്കിൽ, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച എന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നെ തന്നെ ഹേർട്ട് ചെയ്യും പോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ബിബിയെ ഹേർട്ട് ചെയ്യാൻ വയ്യാനും. ഒരു പക്ഷേ അവനെ ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലാതെ പോയാൽ, അവൻ ഡിപ്രഷനായി പോയാലും എന്നെ പോലെ ഞാൻ ഈ അനുഭവിക്കുന്ന വേദനയൊന്നും ഞാൻ കാരണം ആരും അനുഭവിക്കരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മനസ്സിലാവുന്നേ ഇല്ല താനോ. എനിക്കറിയില്ല, ചിലപ്പം നിന്നെ പോലെ എനിക്കത്ര മനുഷ്യത്വം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോ എന്റെ കാര്യത്തിൽ സെൽഫിഷാണ്. ഞാൻ എന്തായാലും ഇറങ്ങാൻ പോവാണ്. പിന്നെ നീ ഡോറ് വരെ എന്നെ ഒന്ന് കൊണ്ടാക്കണം. വേറൊന്നും കൊണ്ടല്ല, നിന്റെ അച്ഛൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് കിട്ടിയ എന്തെങ്കിലും ചോദിക്കും. നീ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാലോ. അതുകൊണ്ടാ, പ്ലീസ്. ആരാ വിളിച്ചത്? ബിബിയാണോ? ഇന്നലെ മുതൽ നീ അവന്റെ കോളൊന്നും എടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ സൈലന്റ് ആക്കി വിട്. അതവനൊട്ടും ഹേർട്ടാവുന്നുണ്ടാവില്ല അല്ലേ? അതൊക്കെ മാറിക്കോളും, കുറച്ച് ദിവസമല്ലേ. നിന്നോടിപ്പോ എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. നീ വാ, ഇതിനൊന്നും എനിക്ക് മറുപടിയില്ല. ഞാൻ ചോദിച്ച കാര്യം എന്തായി അബിയുടെ? എന്താവാൻ, ഞാൻ അന്നേ പറഞ്ഞല്ലേ അതൊന്നും നടക്കില്ലെന്ന്. അത് പ്രഭയുടെ ഒപ്പീനിയൻ അല്ലേ? എനിക്ക് കേൾക്കേണ്ടത് അബിയുടെ ഒപ്പീനിയനാണ്. അവന്റെ മനസ്സെനിക്കറിയാം. നിന്റെയും നിന്നെ പോലുള്ള സൊസൈറ്റി ലേഡീസിന്റെയും താളത്തിന് തുള്ളാനൊന്നും അവന് കിട്ടില്ല. പ്രഭ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വൈശാലിയുടെ മകൾ വലിയ മോഡലായതുകൊണ്ട് അവളോട് മത്സരിക്കാൻ ഞാൻ അബിയെ എന്റെ മരുമകനാക്കുകയാണെന്നോ? അബിക്ക് മോഡലിംഗിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവൻ എന്റെ മരുമകനാകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഏസിന്റെ മോഡലാക്കാൻ ഞാൻ തയ്യാറാണ്. അവൻ ഓക്കെ പറയുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ കൂടി അവന് പാസ്സാവേണ്ട ആവശ്യമില്ല. അത് ശരിയാ, അവന് മോഡലാവണമെങ്കിൽ നിന്റെ മരുമകനാവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിനക്ക് ആ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നിന്റെ മരുമകനാവണമല്ലോ. അതിന് ഞാൻ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്താ പോരെ? ഒരു കോൺട്രാക്ട് കൂടെ സൈൻ ചെയ്താ അവനൊരു 5 വർഷത്തേക്ക് ബിസിന്റെ മാത്രം മോഡലാവില്ലേ? ഗീത, നീ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു ചെറുപ്പക്കാരനല്ല അബി. നീ വിചാരിക്കും പോലെ പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഇതുപോലുള്ള ഗ്ലാമറസ് വേൾഡും കണ്ട മൂക്കും കുത്തി വീഴുന്ന പല ആൺകുട്ടികളെ നീ കണ്ടു കാണും. അക്കൂട്ടത്തിൽ അഭിറാമിനെ പെടുത്തണ്ട. ജിതേഷിന്റെ കമ്പനി വിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് വരാൻ ഞാൻ പല ഓഫറും കൊടുത്തിട്ടും അവൻ തയ്യാറല്ലായിരുന്നു. ജിതേഷ് എപ്പോഴും പറയുന്നത് അബി അവന്റെ മാലാഖയാണെന്നാ.
അവിടം വിട്ട് പണവും സൗകര്യങ്ങളുള്ള പുതിയ കമ്പനിയിലേക്ക് വരാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. പിന്നെ അവസാനം ജിതേഷ് നിർബന്ധിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത് തന്നെ. അതും എൻ്റെ കമ്പനിയുടെ അവസ്ഥ വളരെ മോശമാണെന്നും അത് ഗ്രോത്ത് ലെവലിൽ എത്തിക്കണമെങ്കിൽ അഭിയെ പോലുള്ള ഒരു ആർക്കിടെക്റ്റിന്റെ സേവനം അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് കെഞ്ചേണ്ടി വന്നു എനിക്ക്. ജിതേഷിന്റെ കമ്പനിയിൽ നിന്ന് എൻ്റെ കമ്പനിയിലേക്ക് പറിച്ചു നടാൻ. അങ്ങനെയുള്ള അഭിയെ 5 വർഷത്തെ കോൺട്രാക്ട് വെച്ച് കെട്ടിയിടാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. പ്രഭേ, നീ ഇത് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല ഈ പറയുന്നത്. ഞാൻ പറയുന്നത് സിൻസിയർ ആയിട്ടാണ്. നമുക്ക് നിത്യക്ക് വേണ്ടി അഭി ആലോചിച്ചാലോ എന്ന്. അഭിക്ക് ഈ പറഞ്ഞ കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല. അവസാനം നിന്റെ ദത്തുമരുമാക്കാനാക്കാനാണോ നിന്റെ ഉദ്ദേശം? അങ്ങനെ ഒരു മോഹമായിട്ടാണ് ഇറങ്ങിയതെങ്കിൽ അതും നടക്കും തോന്നില്ല. ഷെടാ പ്രഭേ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പോ നെഗറ്റീവായിട്ട് മാത്രമേ എടുക്കുള്ളൂ എന്നുണ്ടോ? എനിക്കറിയാം, വൈശാലി അവളുടെ മകൾക്ക് വേണ്ടി അഭിയെ ആലോചിച്ചപ്പോ തുടങ്ങിയ ഭ്രാന്തല്ലേ നിനക്കിത്. എന്നാ കേട്ടോ, അവൻ 27 വയസ്സുണ്ട്. കാണുന്ന ആളൊന്നുമല്ല. നിന്റെ മോൾക്ക് എത്ര വയസ്സുണ്ട്? അവര് തമ്മില് 9 വയസ്സിന്റെ വ്യത്യാസമില്ലേ? അതൊന്നും നിത്യക്ക് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. തനൂരാണെങ്കിൽ ഓക്കെ ആയിരുന്നു. അയ്യോ, വൈശാലി അവളുടെ മകൾക്ക് വേണ്ടി അഭി ആലോചിച്ചത് കൊണ്ടൊന്നുമല്ല. അല്ലെങ്കിൽ ആർക്കും അവനിപ്പോ ഒരു മരുമകനെ കിട്ടാൻ ആഗ്രഹമില്ലാതിരിക്കോ? പ്രഭയും പ്രഭയുടെ എക്സ് വൈഫുമായിട്ട് 9 വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും അവൾ വളരെ കാര്യഗൗരവമുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന, അല്പം മാത്രം സംസാരിക്കുന്ന, ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സുന്ദരി എന്നല്ലേ പ്രഭയുടെ അഭിപ്രായം? അയ്യോ, ഞാൻ കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞതല്ല. എന്നെ സംബന്ധിച്ച് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഷെൽട്ടറിന്റെ അണ്ടറിൽ ജീവിക്കുന്ന 2 പേർ. അവർക്ക് 2 തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും, ആഗ്രഹങ്ങളുണ്ടായിരിക്കും, പാഷനും എല്ലാം ഉണ്ടായിരിക്കും. ഒരു ഷെൽട്ടറിന്റെ അണ്ടറിൽ ജീവിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ച് വൈകാരികമായ കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിടുന്നത് എനിക്കിഷ്ടമല്ല. പ്രഭയ്ക്ക് അതാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എനിക്ക് സെന്റിമെന്റ്സിന്റെ പേരിൽ എന്റെ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാൻ സാധിക്കില്ല. എനിക്ക് എന്റേതായ കുറവുണ്ടായിരിക്കും, അവൾക്കും അവളുടേതായ കുറവുണ്ടായിരിക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിലൊരു ബന്ധമില്ലാതെ പോയത്. ഞാൻ പറഞ്ഞു വന്നത് പ്രായം വെച്ച് ഒരാളുടെ മെച്ചൂരിറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. അവര് തമ്മിലുള്ള വൈബ് സെറ്റ് ആവുകയാണെങ്കിൽ അവരങ്ങ് ജീവിച്ചോളും. പിന്നെ എന്തുകൊണ്ട് അഭിയെ ചൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചെന്ന് വെച്ചാൽ, പ്രവയ്ക്കറിയാലോ ഞാനൊരു ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന്. ഞാൻ ഈ ഫീൽഡിലല്ലേ എത്ര മോഡലിനെ ഡെയിലി കാണുന്നു. എന്നിട്ട് പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോയിയെ ഞാൻ ഇതുവരെ കണ്ടില്ല. കണ്ണും മൂക്കും മുഖവും ലിപ്പും ഹെയർ കയ്യും കാലും വരെ പെർഫെക്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു മോനുണ്ടായില്ല. എന്ത് ചെയ്യാം? അവനെന്റെ മോനല്ലെങ്കിൽ എന്താ, മരുമകനാക്കാലോ. അങ്ങനെ ചിന്തിച്ചു. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയോ? നീ അവനെ ഇത്രയൊക്കെ ശ്രദ്ധിച്ചോ? പ്രഭ പറയുന്ന സൊസൈറ്റി ഗ്രൂപ്പിന് മൊത്തം ഇന്നലെ അവനെ ശ്രദ്ധിക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായം ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇതാണല്ലേ നിങ്ങളുടെ സൊസൈറ്റി ലേഡീസിന്റെ ഇടയിലുള്ള ഡിസ്കഷൻസ്? ഇതിനെ വായ്നോട്ടം എന്നാ പറയാ. അതെന്താ, നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുള്ളൂന്നുണ്ടോ? അല്ല, നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടും പുറത്ത് ഇതുപോലെ ഒരു ക്ലബുണ്ട്, കുടുംബശ്രീ എന്ന് പറയും. അല്ലെങ്കിൽ പ്രഭയ്ക്ക് അവിടെ നിന്ന് ഒരു പെണ്ണെടുക്കുന്നതായിരുന്നു നല്ലത്. ഞാനതിൽ ഖേദിക്കുന്നു. പ്രഭ, ഇപ്പൊ ഈ സമയം അതും പറഞ്ഞ് വഴക്കൂടാൻ എന്നെ കൊണ്ട് വയ്യ. നിത്യയുടെ കാര്യത്തില് എന്താ തീരുമാനം എന്ന് പറ. നീ നടക്കുന്ന വല്ല കാര്യവും പറ. അതെന്താ നടക്കാത്തത്? എന്റെ മോളെന്താ അത്ര മോശമാണോ? അല്ലെങ്കിൽ നീ അവന് അവന്റേതായ സ്വാതന്ത്ര്യവും ബഹുമാനവും ഒക്കെ കൊടുത്ത് ഒരു മരുമകനായി തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെന്താ, എന്റെ മോളെ കല്യാണം കഴിച്ച് കണ്ട വീട്ടിൽ വിടുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല. അവൻ ബീഡ്സ് നോക്കി ബീഡ്സിന്റെ CEO ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്കും സന്തോഷം, അവൾക്കും സന്തോഷം, നിങ്ങൾക്കും അത് തന്നെയല്ലേ വേണ്ടത്? ഏതായാലും നടക്ക്, എനിക്ക് ഉറക്കം വരുന്നു.
ഗീത, അത് നടക്കില്ല. എന്ത് നടക്കില്ലെന്ന്? പ്രഭ, ഒന്നുമില്ല, നാളെ സംസാരിക്കാം. നീ ഉറങ്ങാൻ നോക്ക്. I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. As you fade away. പറഞ്ഞു, കേൾക്കുന്നുണ്ട്. അഭി, ഞാൻ സുരഭിയുടെ വീട്ടിലെത്തിയേ. അതെങ്ങനെ ഇത്ര നേരത്തെ എത്തി? കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? ആ, ആന്റി വന്നിരുന്നു കോളേജിലേക്ക്. ലഗേജ് കൊണ്ടുപോകാൻ വന്നതാ. പിന്നെ ഞാനും കൂടെ പോന്നു. ഓ, നിനക്ക് വരണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ കോളേജ് ടൈം കഴിഞ്ഞിട്ട് സുരഭിയുടെ കൂടെ ഓട്ടോയിൽ പോയാൽ മതിയെന്ന്. അയ്യോ അഭി, ഞാൻ പറഞ്ഞതാ, പക്ഷെ കേൾക്കണ്ടേ? ഇപ്പൊ കോളേജിൽ നിന്ന് വന്നിട്ടേ ഉള്ളോ അതോ കുറെ നേരമായി വന്നിട്ട്? അല്ല, വന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്തൊക്കെയാന്നറിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാവം ആന്റി. ആ, പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നേരത്തെ കുളിച്ചോണം. വീട്ടിലെ പോലെ 12 മണിക്ക് കുളിക്കാൻ കയറരുത്. തല നന്നായിട്ട് തോർത്തണം. പിന്നെ അവിടെ പോയിട്ട് ഉച്ചത്തെ പാട്ട് വെക്കരുത്. നന്നായിട്ട് പഠിച്ചേക്കണം. നേരത്തെ കടന്നുറങ്ങണം. ആരും നിന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കാനും തല തോർത്ത് തരാനും ഫുഡ് വാരി തരാനോ ഒന്നുമില്ല. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കോളേജിൽ പൊക്കോണം. അഭി, ഞാൻ കുഞ്ഞല്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് നീ എന്റെ അപ്പനാണെന്നാ. ആഹാ, കുഞ്ഞല്ലാന്ന് വാഗോണ്ട് പറഞ്ഞതുകൊണ്ടായില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കാണിക്കേ. എന്നാ ഞാൻ സമ്മതിക്കാം നീ കുഞ്ഞല്ലാന്ന്. എടാ, നമ്മുടെ വീട്ടിൽ നിന്റെ അടുത്ത് ഞാൻ ഇത്തിരി ഉഴപ്പ് കാണിച്ചെന്ന് വിചാരിച്ച് എനിക്കറിയാം. ഐ ആം 18 years old. നീ ഇനി എന്നെ കുഞ്ഞേന്ന് വിളിക്കണ്ട. നീ ഇന്ന് കുഞ്ഞേന്ന് വിളിച്ചിട്ടാ ഞാനിങ്ങനെ കുഞ്ഞായി പോകുന്നത്. നീ എന്നെ ആമീനോ അഭിരാമീനോ വിളിച്ചാൽ മതി. ശരി അഭിരാമി, ഞാൻ പറഞ്ഞതൊന്നും മറക്കാതെ പാലിച്ചേക്കണം അഭിരാമി മാഡം. ഞാൻ ഇനി വിളിക്കുമ്പോൾ ചോദിക്കും ആൻറ്റിയോട് ഇങ്ങനെയൊക്കെയാണോ ഇവിടെ ബിഹേവ് ചെയ്തതെന്ന്. അപ്പം ഞാൻ നിന്നെ അഭിരാമീന്നോ ആമീന്നോ കുഞ്ഞേന്നോ ഒക്കെ വിളിക്കണമെന്ന് ഞാൻ ആലോചിക്കാം കേട്ടോ. നീ പോടാ, ദേവിയല്ലേ യൂണിവേഴ്സിറ്റിയിലെ പെൺപിള്ളേരെല്ലാം നിന്നെ കടുവയെന്ന് വിളിക്കുന്നത്. എന്നാലേ ഏട്ടൻ്റെ മോള് ഫോൺ വെച്ച് താഴെ ചെല്ലാൻ നോക്ക്. അവർ വിചാരിക്കും എവിടെ പോയെന്ന്. ഞാൻ ഫോൺ വെക്കുകയാണേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കണ്ട. ഞാൻ ഇവിടെ ഒക്കെയാണ്. ചേട്ടൻ പോയ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നാൽ മതി കേട്ടോ. ഓ തമ്പുരാട്ടി, ഞാൻ ഫോൺ വെച്ചു. மறக்குமா நெஞ்சம் மனசுல சலனம், மறக்குமா நெஞ்சம் மனசுல ഇതെന്ത് സ്ഥലം? ഗൂഗിൾ മാപ്പിന് പോലും ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലല്ലോ. சலனம், நெஞ்சுக்குள்ள நச்சரிக்கும் பட்டாம்பூச்சிக்கு தேன தந்தா என்ன? நெஞ்சுக்குள்ள நச்சரிக்கும் பட்டாம்பூச்சிக்கு தேன தந்தா என்ன? அடங்காத நாட்டு நட்டு ஏறிக்கிட்டு வர வர வரவோ அதில் பார்த்தா புள்ளி புள்ளியாதோ நெத்தானோ அதுபோல போத உண்டயங்கோ, அதுபோல போத உண்டயங்கோ, அதுபோல போத உண்டயங்கோ. மறக்குமா நெஞ்சம், மறக்குமா நெஞ்சம் மனசுல சலனம், மறக்குமா நெஞ்சம் மனசுல சலனம். என் நெஞ்சுக்குள்ள என் நெஞ்சுக்குள்ள என் நெஞ்சுக்குள்ள நச்சரிக்கும் പട്ടാമ്പൂച്ചിക്ക് തേന തന്ന. അയാളല്ലേ നേരത്തെ വിളിച്ചത്? അവിടെ എത്തിയെന്നാണോ പറഞ്ഞേ? ഇല്ല, അയാള് നാളെ മോർണിംഗ് എത്തുള്ളൂ. നമ്മളെത്തുമ്പോഴേക്കും ഇരുട്ടല്ലേ. അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ച ഒരാളുണ്ട്, അയാളുണ്ടായിരിക്കും.
പിന്നെ നമ്മളെന്തിനാ അത്ര നേരത്തെ വന്നത്? നമുക്ക് നാളെ മോർണിംഗ് എത്തിയാൽ മതിയായിരുന്നല്ലോ. അയാള് ഒരു 2 മണിക്ക് അവിടുന്ന് പുറപ്പെടും. ഇവിടെ എത്തുമ്പോഴേക്കും 8 മണിയാവും. നമ്മളപ്പോഴേക്കും റെഡി ആയിരിക്കണം. നമ്മൾക്ക് ആ സമയത്ത് വരാൻ വഴിയൊന്നും അറിയില്ലല്ലോ, സേഫും അല്ല. അയാൾക്ക് ഈ സ്ഥലം നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാ അച്ഛൻ നേരത്തെ നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അയാളെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ പോകും തോന്നുന്നു. പിന്നെ 2-3 വർക്കേഴ്സും പിന്നെ ഈ നോക്കാൻ ഏൽപ്പിച്ച ആൾക്കാരും മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നാളെ ഈവനിങ് അവിടുന്ന് പുറപ്പെടാം. നാളെ ഈവനിങ്ങോ? മാക്സിമം നേരത്തെ പോകാൻ നോക്കണം. 10 മണിയാകുമ്പോഴേക്കും മീറ്റിംഗ് കഴിയും തോന്നുന്നു. ഇതാ സ്ഥലം എത്തിയല്ലോ. വേറെ റോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാതെ സ്ഥലം എത്തി. ഇതെന്താ പ്രേതാലയോ? സൂക്ഷിച്ചു വാ. ആ സാറേ, ദേ വണ്ടി ആ ഭാഗത്ത് നിർത്തിയാൽ മതി കേട്ടോ. പിന്നെ എന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ ഈ റൂം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണില് അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. വൈകുന്നേരത്തേക്ക് കഴിക്കാൻ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലത്തെ ഭക്ഷണം ഞാൻ കൊണ്ടുവരാം. എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഇവിടെ വേറെ ആരും ഉണ്ടാവില്ലേ? ഇല്ല, ഇവിടെ രാത്രി ആരും ഉണ്ടാവില്ല. ഇവിടെ അടുത്തുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ രാത്രി കാവലിന് കിടക്കാൻ പോകാറുണ്ട്. രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാ എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി. ഞാൻ എന്റെ ഫോൺ നമ്പർ തരാം. ഭാഗ്യം, ഇവിടെ റേഞ്ച് ഉണ്ട്. എന്ത് സ്ഥലം അത്? ഇവിടെ എങ്ങനെ ആളുകൾ എത്തിപ്പെടും? ഇയാൾക്ക് വല്ല ഭ്രാന്തുണ്ടോ ഇതുപോലുള്ള സ്ഥലത്ത് ബംഗ്ലാവും റിസോർട്ടും ഒക്കെ പണിയാൻ? ഇപ്പോ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ കൂടുതലും. ഈ പഴയ ബിൽഡിങ്ങിന് തന്നെ ഡിമാൻഡ് കൂടുതലാ. അതുകൊണ്ടല്ലേ പഴയ ബിൽഡിങ് അതിന്റെ പഴം ഒട്ടും ചോരാതെ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുക്കണമെന്ന് അയാൾക്ക് തോന്നിയത്. അപ്പൊ പിന്നെ ഇവിടെ റിസോർട്ട് വന്നാൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. ശരിയാ. ഈ തിരക്കിൽ നിന്നൊക്കെ വിട്ട് സമാധാനത്തോടെ കുറച്ചു കാലം താമസിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. എന്തു പറ്റി? ഒന്നുമില്ല. തന്മയ ഇപ്പോ ഫ്രഷ് ആവുന്നുണ്ടോ? എനിക്കൊന്ന് ഫ്രഷ് ആയിക്കൊള്ളാന്നുണ്ട്. ഫ്രഷ് ആയിക്കോളൂ. ഞാൻ പുറത്തുണ്ടാവും. തനു, സോറി, തന്മയ പുറത്തു പോകരുത്. ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. വല്ല ജീവികളും പുറത്തുണ്ടോ എന്ന് അറിയില്ലല്ലോ. എന്നാ ശരി, എൻ്റെ കുഞ്ഞ് നേരത്തെ കിടക്കണേ. നേരത്തെ എഴുന്നേൽക്കുകയും വേണം. എന്നാ ശരി. ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ നോക്കിയില്ല. ശരി, എന്നാ ഗുഡ് നൈറ്റ്. തന്മ എന്താ കഴിക്കാതെ? നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ ഇതെല്ലാം. ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. തന്മയ, വാട്ട് ഹാപ്പൻ ടു യു? എനിക്ക് മതി. ഗുഡ് നൈറ്റ്. എന്തുപറ്റി? എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ല. ഞാൻ കരയുന്നൊന്നുമില്ലല്ലോ. എനിക്കൊന്ന് ഉറങ്ങണം. പിന്നെ എന്താ തന്മയ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? റാം, ഈ വിളിയൊന്ന് നിർത്ത്. റാം, ഈ ലോകത്ത് എന്നെ അങ്ങനെ ഒരാളെ വിളിക്കാറുള്ളൂ. അവളെ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു. ഒടുക്കം കണ്ടപ്പോ അവൾക്കെന്നെ തിരിച്ചറിയാൻ പോലും വയ്യ. പിന്നെ എങ്ങനെയാ എന്റെ പേര് ഓർക്കുന്നേ? എനിക്ക് അറിയാഞ്ഞിട്ടാണോ റാം ഞാൻ അങ്ങനെ വിളിച്ചേ? പിന്നെ എന്തിനായിരുന്നു തന്മയ എന്നോട് കണ്ട പരിചയം പോലും കാണിക്കാതിരുന്നത്? ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്ന് നിനക്കറിയോ? എന്നെ താനും ഒന്ന് വിളി.
നിനക്ക് എന്നെ തനുന്ന് വിളിക്കാൻ അറിയില്ലേ? നീയല്ലേ തനു എന്നോട് തനു എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ്? നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ തനു എന്ന് വിളിക്കാൻ പാടുള്ളൂ, ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞേ? അപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ച് നീ എവിടെയായിരുന്നു ഇത്ര നാൾ? ഞാൻ എന്നെ കണ്ടാ പിന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കണം. ഇത്ര നാൾ എന്നെ അന്വേഷിക്കുക പോലും ചെയ്യാത്ത നിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അന്വേഷിച്ചിരുന്നു, പക്ഷേ ഒരുപാട് വൈകിയായിരുന്നു എന്ന് മാത്രം. അപ്പോൾ നിന്നെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അന്ന് നീ പഠിച്ച ഹോസ്റ്റലിലും കോളേജിലും ഒക്കെ അന്വേഷിച്ചു. അവിടെ നിന്റെ ഗാർഡിയൻ്റെ നമ്പറാണ് കൊടുത്തിരുന്നത്. ആ അഡ്രസ്സിലും നമ്പറിലും അന്വേഷിച്ച് പോയപ്പോൾ ആ വീടൊക്കെ എന്തോ വിറ്റുപോയിരിക്കുന്നു. അവർക്കൊന്നും ഒരു ഡീറ്റെയിൽസും അറിയില്ല. പിന്നീട് എവിടെയും ഈ മുഖമാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം കണ്ടപ്പോൾ എന്നെ നിനക്ക് അറിയ പോലുമില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല. എനിക്ക് തോന്നി ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നീട് ഒരിക്കലും അന്വേഷിച്ച് വരാത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കും എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന്. പക്ഷേ പിന്നെയും നീ കണ്ടപ്പോൾ അറിയുന്ന ഭാവം പോലും കാണിച്ചില്ല. നീ എന്നോട് പറഞ്ഞു കളഞ്ഞില്ല തനു, ഞാൻ നിന്റെ ആരുമല്ല, എന്നെ തനു എന്ന് വിളിച്ചു പോകരുതെന്ന്. അത് അപ്പോഴെനിക്ക് മനസ്സിലായേ ഞാൻ നിന്റെ മനസ്സിൽ എവിടെയും ഇല്ലാന്ന്. പിന്നീട് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപാട് കമ്പനിയുള്ള പ്രഭാകർ വിക്കയുടെ മകൾ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഭാവി CEO, അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെയുള്ള ഒരാളാണെന്ന് അറിയാതെ ഞാൻ സ്നേഹിച്ചത്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പേരിലെങ്കിലും നിന്നെ ഞാൻ പിടിച്ചു വെക്കാന്ന് വെച്ചാൽ നിനക്ക് എന്നോടൊരു ഫീലിങ്സ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അകന്ന് പോകാൻ ശ്രമിച്ചത്. എനിക്ക് പണത്തിന്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് എന്താ വേണ്ടതെന്ന് ഈ ലോകത്ത് മറ്റാരെക്കാളും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നീ എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്താ റാമെന്ന് വരാതിരുന്നേ? നാളെ വരാന്ന് പറഞ്ഞു പോയതല്ലേ? നിന്നെ എത്ര നാൾ കാത്തിരുന്നു അറിയാമോ? തനു, പറ്റിയില്ല. എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പിന്നീട് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതാ ഞാൻ. എന്ത് സാഹചര്യം റാം? നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഞാനും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്ത് സാഹചര്യമാണെങ്കിലും എന്നോട് കൂടെ പറയായിരുന്നില്ലേ റാം? ഈ ലോകത്ത് നീ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇപ്പോഴും നിന്നെ ഓർമ്മിപ്പിക്കാറില്ലേ? ആ എന്നെ വിട്ടു പോകാൻ നിനക്ക് എന്ത് സാഹചര്യമായിരുന്നു ഉള്ളത്? അത് പറ, എനിക്ക് പറയണം. നിന്നെ പോലെ അമ്മയുടെ അച്ഛന്റെ തണൽ എനിക്കില്ലാന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ട തനു. അന്ന് നാളെ വരാന്ന് പോയതിന്റെ പിറ്റേന്ന് അച്ഛനും അമ്മയും ഒരു യാത്ര പോയി. അന്ന് നഷ്ടപ്പെട്ടതാ ആ തണൽ. 2-3 ദിവസം ദീപശവമായിട്ട് കിടന്നു. 3-ാം ദിവസം അവരൊരുമിച്ച് അങ്ങ് പോയി. പിന്നെ എനിക്കുമില്ല ഇത് ഈ പറഞ്ഞ തണൽ. പക്ഷെ എനിക്കൊരു തണലായി ജീവിക്കേണ്ടി വന്നു. എന്നെ പോലെ എൻ്റെ സങ്കടം പുറത്ത് കാണിക്കാൻ പോലും എനിക്ക് വയ്യാതായി. എല്ലാം കൊണ്ടും തകർന്നു. അമ്മയച്ഛനും ഇല്ലാത്തതിൻ്റെ കുറവ് എൻ്റെ കുഞ്ഞിനെ അറിയിക്കാതിരിക്കാൻ ഞാൻ പെടുകയായിരുന്നു. നീ എന്താ ഈ പറയുന്നത്? എങ്ങനെ? ഞാൻ അറിഞ്ഞില്ല റാം. അന്ന് നമ്മൾ പിരിഞ്ഞില്ലേ? അതിൻ്റെ 2 ദിവസം മുമ്പ്, അന്നാണ് 19 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വീട്ടുകാർ ഞങ്ങളെ കാണുന്നത്. അതുവരെ അച്ഛൻ എവിടെയാണെന്നോ, അച്ഛന് എങ്ങനെയാണ് താമസിക്കുന്നതെന്നോ, അച്ഛൻ എത്ര മക്കളാണെന്നോ ഒന്നും അച്ഛൻ്റെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അവരന്വേഷിച്ച് വരാനും ഒരു കാരണമുണ്ട്. അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ സ്വത്ത് വീതിക്കണമെങ്കിൽ അച്ഛൻ്റെ സൈനും കൂടെ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പിറ്റേ ദിവസം അച്ഛനും അമ്മയും കൂടെ കുഞ്ഞിനെ എൻ്റെ അടുത്താക്കി നാട്ടിലേക്ക് പോയത്. നാട്ടിലെത്തും മുമ്പേ ഒരു ആക്സിഡൻറ്റ്. അന്നേരം അച്ഛനൊന്നും പറ്റിയില്ല. ആകെ ബ്ലഡിൽ കുളിച്ചിരുന്ന അമ്മയെ എടുത്തുകൊണ്ട് പോയതും ഹോസ്പിറ്റലിൽ എത്തിച്ചതും ഒക്കെ അച്ഛൻ തന്നെയായിരുന്നു. അന്ന് രാത്രി മുഴുവൻ എൻ്റെ കുഞ്ഞിനെ മടി വെച്ച് ഞാൻ അച്ഛനും അമ്മയും കാത്തിരുന്നു. പുലരും മുമ്പ് അന്ന് വീട്ടിൽ വന്ന എൻ്റെ അമ്മാവൻ, അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവ്, ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളെത്തുമ്പോൾ
അച്ഛന് ബോധമുണ്ടായിരുന്നു. അന്ന് ICUല് അച്ഛൻ എന്നെയും കുഞ്ഞിനെയും കണ്ണെടുക്കാതെ നോക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ കണ്ണ് അടയാതെ അങ്ങനെ തന്നെ നിശ്ചലമായത് ഇപ്പോഴും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം കൂടെ ഒരു മരപ്പാവ് പോലെ എൻ്റെ അച്ഛൻ അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം അമ്മ പോകുന്നതിന് തൊട്ട് മുമ്പേ അച്ഛനും ഞങ്ങളെ വിട്ട് പോയി. അച്ഛനെ ഡോക്ടേഴ്സ് ശരിക്കും ശ്രദ്ധിച്ചില്ലായിരുന്നു. പുറത്ത് പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനെ ശ്രദ്ധിക്കാൻ കുറച്ച് സമയമെടുത്തു. എൻ്റെ അച്ഛനെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയില്ല താനും. അമ്മയെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് സങ്കടമൊന്നുമില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് പോയല്ലോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷേ അച്ഛനില്ലാതെ അമ്മയ്ക്കും അമ്മയില്ലാതെ അച്ഛനും ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്കറിയാം. റാം, I'm sorry, റാം. നീ കരയല്ലേ റാം. പിന്നീട് അച്ഛൻ്റെ സ്വത്ത് ഭാഗിക്കണമെങ്കിൽ എൻ്റെയും കുഞ്ഞിൻ്റെയും സഹായം വേണമെന്നൊക്കെ ആയി. 18 വയസ്സ് വരെ എൻ്റെ അമ്മാവിൻ്റെയും അമ്മായിയുടെയും പിന്നെ അച്ഛമ്മയുടെ കൂടെയൊക്കെയാണ് ഞാനും കുഞ്ഞ് ജീവിച്ചത്. എന്നെ മാത്രമല്ല, എൻ്റെ കുഞ്ഞിനെ കൂടി അവരൊരു സെർവൻ്റ് ആക്കാൻ തുടങ്ങിയപ്പം 18ാമത്തെ വയസ്സിൽ കോളേജിൽ അഡ്മിഷൻ ആയ ശേഷം ഞാൻ അവളെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മായിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നാട്ടിൽ ഞങ്ങളുടെ സ്ഥലവും വീടും ഒക്കെ റെൻറ്റിന് കൊടുത്താൽ ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷവും ആ പൈസയും പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനും എനിക്ക് പഠിക്കാനൊക്കെ പല ജോലി എനിക്ക് ചെയ്യേണ്ടി വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തനു. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എനിക്കൊരു കുഞ്ഞു പെങ്ങൾ കൂടെ ഉണ്ടായി പോയില്ലേ. അവളെ ഇതൊന്നും അറിയിക്കാതെ എനിക്ക് നോക്കണ്ടേ. വിദേശങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലി ശരിയാവുമ്പോഴേ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യും മുമ്പാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ കമ്പനിയോടും അങ്കിളിനോടും തീരാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് പ്രഭാകരൻ സാർ വന്ന് വിളിച്ചപ്പോൾ ഈ കമ്പനിയിലേക്ക് വരാൻ ഞാൻ മടിച്ചത്. എത്ര ചെറിയ കമ്പനിയാണെങ്കിലും എനിക്കൊരു ജീവിതം തന്ന, എനിക്കൊരു പെട്ടെന്ന് തന്ന കമ്പനിയല്ലേ. അതുകൊണ്ട് പക്ഷേ അങ്ങളും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങിയത്. കുഞ്ഞിന് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ സ്വത്തെല്ലാം അമ്മാവനും അമ്മായിക്കൊക്കെ ആയിട്ട് എഴുതി കൊടുത്തു. തലേന്ന് എല്ലാ ഭാരം ഇറക്കി വെച്ച് സ്വസ്ഥമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ. ഇതിനിടയിൽ പലപ്പോഴും ഞാൻ നിന്നെ മറന്നു, അന്വേഷിച്ച് വന്നില്ല എന്നതൊക്കെ സത്യം തന്നെ. എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ ഒരിക്കലും അന്വേഷിച്ച് വന്നില്ലെന്ന് നീ വിചാരിക്കരുത്. അന്വേഷിച്ചിരുന്നു. സാധ്യതയുള്ള എല്ലായിടത്തും പോയി, കണ്ടു കിട്ടിയില്ല. കൺമുന്നിൽ കാണുന്ന ഓരോരുത്തരിലും ഞാൻ നിന്നെയാ തനു തിരഞ്ഞുകൊണ്ടിരുന്നേ. കണ്ടില്ല. അവസാനം കണ്ടപ്പോ സോറി റാം, റിയലി സോറി. ഞാൻ അറിയാതെ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്നോട് ക്ഷമിക്ക്. ഐ ആം റിയലി സോറി. மறக்குமா நெஞ்சம் மனசுல சலனம், மறக்குமா நெஞ்சம் மனசுல சலனம், நெஞ்சுக்குள்ள நச்சரிக்கும் பட்டாம்பூச்சிக்கு தேட தந்தா என்ன, நெஞ்சுக்குள்ள நச்சரிக்கும் பட்டாம்பூச்சிக்கு தேட தந்தா என்ன, அடங்காத நாட்டுரத்து இறக்கிட்டு வர வர வரவோ, அதில் பார்த்தா புள்ளி புள்ளியாதானே தானும், அதுபோல போத உண்டயங்கோ, அதுபோல போத உண்டயங்கோ, அதுபோல போத உண்டயங்கோ, மறக்குமா நெஞ்சம் மறக்குமா நெஞ்சம் மனசுல சலனம்,
மறக்குமா நெஞ்சம் மனசுல சலனம் என் நெஞ்சுக்குள்ள என் நெஞ்சுக்குள்ள என் நெஞ்சுக்குள்ள நச்சரிக்கும் பட்டாம்பூச்சிக்கு தேனத்தந்தா என்ன ஆகும் நெஞ்சுக்குள்ள நச்சரிக்கும் பட்டாம்பூச்சிக்கு தேனத்தந்தா என்ன ஆகும் താനോ റാം മതി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. സോറി, ഞാൻ നിന്നെ കൂടെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് വിഷമിപ്പിച്ചില്ലേ? സോറി. പഴയതെല്ലാം ഓർമ്മിപ്പിക്കേ, അതിന് ഞാനതൊന്നും മറന്നിട്ടില്ലല്ലോ. അതെല്ലാം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് താനോ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ മിങ്ങിപ്പൊട്ടി വരാറുണ്ട്, പക്ഷെ ഞാൻ കരയില്ല. കുഞ്ഞിനെ കാണിച്ച് കരയാൻ എനിക്ക് ധൈര്യമില്ല. ഇങ്ങനെ അവളെ കാണാതെ പിടിച്ചു നിന്ന് പെട്ടെന്ന് അണ പൊട്ടി ഒഴുകുന്ന പോലെ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വന്നതാ. അല്ലാതെ താൻ കാരണമൊന്നുമല്ല. പിന്നെ ഇങ്ങനെ കരയാൻ പറ്റുന്നതും ഒരു റിലീഫാണ്. റാം, ഞാനൊരു കാര്യം പറഞ്ഞ നീ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. പറയട്ടെ? പറ. ഞാൻ വിചാരിച്ചത് റാം മാരീഡ് ആണെന്ന്. അതാ ഞാൻ അത്ര മൈൻഡ് ഒന്നും കാണിക്കാതിരുന്നേ. എന്ത്, മാരീഡോ എന്നാര് പറഞ്ഞു? അത് പിന്നെ ലില്ലി പറഞ്ഞു റാം ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് തന്നെയാണല്ലോ ഞാൻ മൂവ് ചെയ്തത്. എന്ന് വിചാരിച്ചു ഞാൻ മാരീഡ് ആണെന്ന് അർത്ഥമുണ്ടോ? പിന്നെ അന്ന് കണ്ടപ്പോ വീട്ടിൽ വന്നപ്പോ അഭിരാമി സാരിയെല്ലാം ഉടുത്ത് നെറ്റിയില് കുങ്കുമൊക്കെ ഇട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു. സാരിയോ? അവളുടെ ഇൻസ്റ്റ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കേ, അപ്പം മനസ്സിലാവും അന്നെന്തിനാ ആ വേഷം കിട്ടി നിന്നെന്ന്. പഠിക്കുന്നത് MBBS-നാണെങ്കിലും പാട്ടിനും ഡാൻസിനും അഭിനയത്തിനൊക്കെയാ അവൾക്ക് താല്പര്യം. അന്ന് റീൽസ് എടുക്കുമ്പോഴാണ് നീ വന്നത്. എന്നാലും എൻ്റെ കൂടെ ഒരാൾ താമസിക്കുന്നെന്ന് വിചാരിച്ച് അവളെൻ്റെ ഭാര്യ ആവണമെന്ന് നിർബന്ധമുണ്ടോ? അത് പിന്നെ നീ നിന്റെ വീട്ടിലെ എല്ലാവരുടെ കാര്യം പറഞ്ഞിട്ടും നിനക്കൊരു അനിയത്തി ഉണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ. അത് ശരിയാ, ഞാനൊരു സർപ്രൈസ് ആയിട്ട് നിന്നോട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആക്ച്വലി നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാലും അവളെ കണ്ടിട്ടോ? അവള് കുഞ്ഞല്ലേ താനു? അത് നിനക്കല്ലേ കുഞ്ഞെ, അവളെ കണ്ട നിന്റെ അനിയത്തിയല്ലേ? അത്യാവശ്യം സുന്ദരിയാണ്, നല്ല മാച്ച് ആണെന്ന് തോന്നി. അപ്പൊ ഞാനും വിചാരിച്ചു. അയ്യേ, വീണ്ടും ആ എൻ്റെ അനിയത്തിയല്ലേ, സുന്ദരിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് എല്ലാ സുന്ദരികളും എനിക്ക് മാച്ചാവും? പിന്നെ ആരാണോ മാച്ച് ആവുന്നത്? എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. അപ്പൊ അതാണ് അവളെ കണ്ടപ്പോ മുഖത്തത്രയും വെയിറ്റ് അല്ലേ? എന്തിന്? എനിക്കെന്ത് വെയിറ്റ്? എനിക്കൊന്നും തോന്നിയില്ല. ഓ, വിശ്വസിച്ചു. അവള് പറയുന്നത് നിനക്ക് ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെന്നാ. ഓ, നിന്റെ അല്ലേ അനിയത്തി, അപ്പൊ അങ്ങനൊക്കെ വിചാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ദേ, അത് വേണ്ട, അതെന്റെ ജീവനാണ്. ഓ ശരി ചേട്ടാ, ഞാൻ പോയി കിടന്നുറങ്ങാൻ നോക്കട്ടെ, സമയം ഒത്തിരിയായി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഉറങ്ങിയോ? എന്താ, എന്തു പറ്റി? നീ പേടിച്ച പോലെ. അല്ല, അവിടെ റൂമില് വിൻഡോയില്. എന്താ വിൻഡോയില്? എന്താ അവിടെ? കേട്ടില്ല? ഭയങ്കര സൗണ്ട് അല്ലേ? ഞാൻ ഇവിടെ കിടക്കട്ടെ? ഇവിടെയോ? ഇവിടെ ഈ സോഫയല്ലേ ഉള്ളൂ, ഇതില് ഞാൻ തന്നെ ഇങ്ങനെ കിടക്കും? ശരിയെന്നാ, എല്ലാ ഡോറും ലോക്ക്ഡ് അല്ലേ? നീ ഹാളിൽ കിടന്നോ, ഞാൻ റൂമിൽ കിടക്കാം.
എന്തു പറ്റി? ഉറങ്ങിയില്ലേ ഇതുവരെ? ആ ശബ്ദം, പിന്നെ കാറ്റ്, എനിക്കവിടെ കിടന്ന് ഉറങ്ങാനൊരു ബുദ്ധിമുട്ട്. കാറ്റും ശബ്ദമൊക്കെ ഇവിടെയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിന്നല്ലേ പറ്റൂ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കില്ല, എനിക്ക് പേടിയാ. പിന്നെന്ത് ചെയ്യും? ഞാനിവിടെ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. തനു, ഇത് ചെറിയ കട്ടില. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരൊറ്റത്ത് മിണ്ടാതെ കിടന്നോളാം. Spending the night in Dixon, $60-odd miles from a plan. ഇത്രയൊക്കെ വർഷം കഴിഞ്ഞിട്ടും ഇതാ പഴയ മുയലുംകുട്ടി തന്നെ. Is it too late to learn to listen? ഒരു മാറ്റമില്ല. Too late to be less a man. How many yesterdays are between us now? How many yesterdays എങ്ങനെയാണ് കിടന്നേ? എത്രയും പെട്ടെന്ന് എണീറ്റ് പോയേക്കാം. between us now? എണീറ്റ് പോയേക്കാം. ഹലോ, ശരിയാവില്ല. തനു, റെഡി ആവ്. സാറിപ്പോ എത്തും. ഓക്കെ, ഒരു 5 minutes. ഇത് തന്നെയല്ലേ ആ സൈഡിലേക്കുള്ള മുറി? എന്ത് പാവം. മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വഴിതെറ്റിച്ചതും പോരാഞ്ഞിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഒറ്റ കുത്തം കഴിച്ചാലുണ്ടല്ലോ. എന്റെ പൊന്നു മനുഷ്യൻ, എന്നെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ തിരിച്ചൊന്നായാലോ ഈ പറ. എനിക്കൊന്ന് മനസമാധാനത്തോടെ പഠിക്കണം പ്ലീസ്. ഈ ഫോട്ടോ ഇവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും ഒരു എവിഡൻസ് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. അയ്യോ, പോയി 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 പോയി, എല്ലാം കഴിയുന്നു. അഭിരാമി, താനെന്താ ഇവിടെ? പിന്നെ ഞാനിവിടെ ഉണ്ടാവേണ്ടത്? നിങ്ങൾക്ക് വട്ടായ മനുഷ്യ. വട്ടോ? എടോ, താൻ എങ്ങനെ എന്റെ ബെഡ്റൂമിൽ വന്നു? അത് പറ. അതെ, ഇത് നിങ്ങളുടെ മാത്രം ബെഡ്റൂം അല്ല. കല്യാണം കഴിഞ്ഞത് മുതൽ എന്റെ കൂടെ ബെഡ്റൂമാ. കല്യാണോ? നമ്മുടെയോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മനുഷ്യ, നിങ്ങളിത് ഇന്നലെ എന്തടിച്ചു കയറ്റിട്ടാ കിടന്നുറങ്ങിയേ? ഇതിപ്പോ കല്യാണം കഴിഞ്ഞത് മറന്നുപോയോ? എന്തേ അഭിരാമി, കളിക്കല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്റെ പൊന്നു മനുഷ്യ, ഇത് അങ്ങോട്ട് നോക്ക്. ഇത് നിങ്ങളും ഞാനും തന്നെയല്ലേ? ഈ ഫോട്ടോ, ഞാൻ ഇപ്പൊ പറയുന്നതൊക്കെ സത്യമാണോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാൻ തുടങ്ങിയോ? എനിക്കെന്തൊന്നും ഓർമ്മയില്ലാത്തേ. വർക്കാവുന്നുണ്ട്. അഭിരാമി അഭിരാമി അഭിരാമി, നിങ്ങൾക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമില്ലല്ലേ മനുഷ്യ? പണ്ട് വിളിക്കുന്ന പോലെ ഇപ്പോഴും ഒരു സ്നേഹമില്ലാതെ അഭിരാമി എന്ന് വിളിച്ചോണ്ടിരിക്കുക. സത്യം, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഓക്കാത്ത പോലെ. ശരിയാ, കോളേജ് പഠിക്കുമ്പോഴേ എനിക്കായിരുന്നല്ലോ ആഗ്രഹം കല്യാണം കഴിക്കണമെന്നും കൂടെ ജീവിക്കണമെന്നൊക്കെ. ഞാൻ പിറകെ നടന്ന് എന്റെ ശല്യം സഹിക്കാതെ
അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലേ? മതി, ഇപ്പോഴും എന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാം ഇവിടെ വെച്ച് നിർത്താം. മതിയായി എനിക്ക്. ഇപ്പൊ പതുക്കെ പതുക്കെ എന്നോടൊരു ബന്ധമില്ലാത്ത പോലെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ ഇവിടെ, എന്തിനാ ഇവിടെ എന്നൊക്കെ. ആമി, അങ്ങനെയല്ല, എനിക്കെന്തോ പറ്റി. എനിക്കോ അണ്ണേട്ടാ, എന്ത് പറ്റി അണ്ണേട്ടാ? ആമി, എനിക്ക് നീ എന്തൊക്കെയാ പറയുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നില്ല എന്ന് മാത്രം പറയല്ല ആമി. എനിക്ക് നിന്നെ എന്നോ ഇഷ്ടമായിരുന്നു. നീ അന്ന് വളരെ കുഞ്ഞായതുകൊണ്ടാ കല്യാണത്തിന് സമ്മതമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത്. ആമി, എനിക്ക് നിന്നെ ഇഷ്ടം, എനിക്ക് നിന്നെ ജീവനാമി. ഐ ലവ് യു. അപ്പോ എണീറ്റില്ല നീ? ആമി, എന്താ അപ്പോ എത്ര നേരം ഞാൻ വിളിക്കുന്നു? ഈ സ്റ്റെപ്പ് കയറാൻ മടിച്ചിട്ടാ താഴേന്ന് വിളിച്ചു പോകുന്നത്. ഉച്ചവരെ ഓർമ്മോ നീയെ? അഭിരാമി ഇവിടെ എന്താ? കളിയാക്കുന്നോ അഭിരാമി? നീ ഇങ്ങനെ ഇവിടെ എത്തി? ഇന്നലെ വീട്ടില് അഭി ഉണ്ടായിരുന്നില്ല. അപ്പോ അപ്പുറത്തെ സുമാന്റി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണേ. അവിടെ നിന്ന് അവരുടെ നെയ്ബറാണ് മാഡം എന്ന് പറഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു വന്നതാ. എന്നെ കാണാൻ അല്ലേ? അല്ല, ആദ്യം സാറിനെ കാണാം എന്ന് വിചാരിച്ചു, എന്നിട്ട് മാഡത്തെ കാണാന്ന് വിചാരിച്ചു. ഞാൻ ഡോറ് തുറന്നിടുന്ന സമയം നോക്കി നിൽക്കായിരുന്നു അപ്പുറത്ത് ചെറുതായിട്ട്. അപ്പൊ ഞാൻ പോട്ടെ. ബൈ ബൈ ബൈ. അവിടെ നിൽക്ക്, നീ പോരുത്. സോറി, എനിക്ക് സൺഡേ ആണെങ്കിലും കോളേജിൽ പോണം. ബൈ. നിന്നെ പിന്നെ എടുത്തോളാം. എന്നാലും എന്താ അണ്ടി പോയി അണ്ണാനെ പോലെ നോക്കിയിരിക്കുന്നേ? എന്ത്? ഞാൻ പോയി കുളിക്കട്ടെ. Spending the night in Dixon. 60-odd miles from a plan. Is it too late to learn to listen? Too late to be less a man. അഭി, ഞാൻ സുമാന്റിയാണ്. ഓ ആന്റി, പറ ആന്റി. നീ ഇന്ന് ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? അയ്യോ ആന്റി, അവർക്കൊന്ന് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കോളേജിൽ വന്നിട്ട്. അപ്പൊ അവിടെ വന്ന് പോവാനാണല്ലേ ഉദ്ദേശം? എനിക്കറിയായിരുന്നു. ഞാൻ ഇന്ന് LKG ഒന്നും കൊടുത്തു വിടില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നേക്കണം. എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. നീ ഇപ്പോ വലിയ ആളായെന്നൊക്കെ പറയുന്ന കേട്ടു. ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ടടാ. അയ്യോ ആന്റി, അത് ഞാൻ ഇനിയിപ്പോൾ സമയം, എനിക്ക് ഓഫീസിലൊന്ന് പോവണം. അമ്മയെ താഴെ ആമിക്കുടി വിളിക്കുന്നു. ഞാൻ സംസാരിക്കാം അബിയേട്ടനോട്. ഹലോ അബിയേട്ടാ, ഞാൻ സുരഭിയാ. അബിയേട്ടൻ ഇന്നിങ്ങോട്ട് വരില്ലായിരിക്കും അല്ലേ? അത് ഞാൻ അബിയേട്ടാ, ഞാനിനി അങ്ങനൊന്നും പറയാൻ പോണില്ല. ഞാൻ ഇനിയും ശല്യം ചെയ്യാന്ന് വിചാരിച്ച് അബിയേട്ടൻ ഇങ്ങോട്ട് വരാതിരിക്കണ്ട. അമ്മയ്ക്കും അച്ഛനും അബിയേട്ടൻ ഇങ്ങോട്ട് വരാത്തതിൽ പരാതിയുണ്ട്. അവർക്കറിയില്ലല്ലോ ഞാൻ കാരണമാണ് അബിയേട്ടൻ വരാത്തതെന്ന്. ഏയ്, താൻ കാരണമൊന്നുമല്ല. ഞാനിപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങാനും പറ്റിയില്ല, അത്രേ ഉള്ളൂ. എങ്കിൽ
ഇന്ന് അഭിയേട്ടൻ വരണം. ആമിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ. പഴയ പോലെ നമ്മുടെ രണ്ട് ഫാമിലിയും ഒന്നിച്ച് പോകണമെന്നാ എല്ലാവരുടെയും ആഗ്രഹം. അങ്കിളും ആൻറ്റിയല്ലേ ഇല്ലാത്തതുള്ളൂ. ഓക്കെ സുരഭി, ഞാൻ ഡ്രൈവിങ്ങിലാ. ആരാ ഈ സുരഭി? ഞങ്ങളുടെ ഒരു പഴയ ഫാമിലി ഫ്രണ്ടിൻ്റെ മോളാ. ആക്ച്വലി അച്ഛനെ അമ്മയും ഒളിച്ചോടാൻ സഹായിച്ചത് അവളുടെ അമ്മയും അച്ഛനായിരുന്നു. അന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും അങ്ങ് കൈയൊഴിഞ്ഞപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും അങ്ങനെ ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ചത് തന്നെയാണ്. അവർക്ക് ഞങ്ങളും ഞങ്ങൾക്ക് അവരും അങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ മരണത്തോടെ ആ ബന്ധം അങ്ങനെ അകന്നുപോയി. അല്ലെങ്കിൽ ഒരു കുടുംബം പോലെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായേനെ. എന്തായാലും നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അതിന് ഞാനെന്ത് ഉദ്ദേശിച്ചു? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. എൻ്റെ പൊന്നു തനു, ഇപ്പം നിന്നെ കണ്ട കുറച്ചൊക്കെ മെച്യൂരിറ്റി തോന്നുന്നുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. നുണ പറയാൻ നിനക്ക് പണ്ടും ഇപ്പോഴും ഒരു കഴിവുമില്ല. ഞാനെന്ത് നുണ പറഞ്ഞു? ഒന്നുമില്ല എൻ്റെ തമ്പ്രാട്ടി. between us now. തനു, അച്ഛൻ പുറത്തു പോയതാണെന്ന് തോന്നുന്നു. തനു, ഞാൻ നിന്നെ കാണാൻ വന്നതാ. വരണ്ടാന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ പറ്റുന്നില്ല. നീ ലാസ്റ്റ് വീക്ക് പറഞ്ഞില്ലേ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന്, നീ എന്നെ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ലെന്ന്. അത്രയും ഷൗട്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരിച്ചൊന്നും ചോദിക്കാനോ പറയാനോ പറ്റിയില്ല. ഞാൻ തകർന്നു പോയി. പക്ഷെ തനു, ഒരു ചോദ്യം കൂടെ ചോദിക്കാതെ അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, ഇന്ന് രാത്രിയും കൂടി കടന്നുപോയാൽ പിന്നെ ഒരിക്കലും എനിക്കിത് ചോദിക്കാനോ ഒരു ഹോപ്പോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ബംഗ്ലാവ് തിരിച്ചു വരുന്നവരെ ഓക്കെ ആയിരുന്നെന്ന് എനിക്കറിയാം. പിന്നീട് നിനക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന്. പ്ലീസ് റാം, ഇനി ഇക്കാര്യം പറഞ്ഞിങ്ങോട്ട് വരല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം ഉണ്ടാവരുതെന്ന്. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ മാരീഡാണെന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ എന്നോട് അകലം പാലിച്ച് നടന്നത്? അത് നിന്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു കാര്യം നടന്നിട്ട് ഞാൻ നിന്നെ കല്യാണത്തിന് ക്ഷണിക്കാഞ്ഞിട്ടായിരിക്കുമല്ലേ? വേണ്ടതനു, ആ ചോദ്യം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അല്ലെങ്കിലും നിനക്ക് കള്ളം പറഞ്ഞ് ശീലമില്ല, അതെനിക്കറിയാലോ. നീ ഇങ്ങനെ ഉത്തരത്തിനായി കഷ്ടപ്പെടുന്നത് അതെനിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ നിന്നെ ഉത്തരം മുട്ടിക്കുന്നില്ല. നീ പക്ഷേ ഈ മാരീഡ് ലൈഫിൽ ഹാപ്പി ആയിരിക്കുന്ന നിനക്ക് തന്നെ ഒരു ഉറപ്പ് വേണം. പണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും പൊരുത്തക്കേട് കാരണം ജീവിതത്തെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടി എനിക്കറിയാം. ആ പഴയ തനുവിനെ. അവളിപ്പോൾ വളർന്നപ്പോൾ ആ കൊച്ചു തനുവിനെ മറന്നുപോയ പോലെ. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഐ വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. തന്മയ പ്രഭാകർ. നിന്റെ വെഡിങ് ഡ്രസ്, ഹൽദി, സംഗീത് എല്ലാം വേറെ വേറെ വെച്ചിട്ടുണ്ട്. എത്ര സമയത്താണ് അവൻ ഇതെല്ലാം ചൂസ് ചെയ്തെന്നറിയാമോ?
ഏറ്റവും പ്രീമിയം ക്വാളിറ്റി, ഏറ്റവും വെറൈറ്റി ഡിസൈൻ, പിന്നെ ക്ലോത്ത് എല്ലാം കംഫർട്ട് ആയിരിക്കണം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. എന്തൊക്കെ ഡിമാൻഡാണെന്ന് അറിയാമോ? അവന് പ്രാന്താടി നിന്നോട്. പക്ഷെ നീ എന്നെ ഒന്ന് വിളിച്ചത് പോലുമില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഒരു ഹോപ്പ് കൊടുത്തിട്ട് ആ ചെക്കനെ ചതിക്കല്ലേ വെച്ചേ. മനസ്സ് നിയന്ത്രണം വിട്ട് വല്ല ഭ്രാന്തുവോ? അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന് അവനും അവന്റെ അച്ഛനും കുറെ അനുഭവിച്ചത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ഹൃദയം തകർക്കരുത്. ഈ ഡ്രസ്സ് ഇന്ന് ഇത് തന്നെ ഇടണം എന്ന് നിനക്ക് എന്താ ഇത്ര വാശി? നിനക്ക് ആവശ്യമില്ലാത്ത വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് ഒരുക്കിയതും പോരാ, ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു. ഞാനൊരു ഷോൾ പോലും മുത്തിയിട്ടില്ല. കുഞ്ഞാ, നിനക്കറിയാലോ ഞാൻ എന്തിനാ ഈ കല്യാണത്തിന് തന്നെ വരുന്നതെന്ന്. എനിക്ക് അവളെ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അല്ലാതെ ഇതുപോലെ വേഷം കെട്ടി ഒരു കോമാളിയെ പോലെ അവിടെ പോയി നിൽക്കാനല്ല. എന്റെ അബി, ഏതായാലും നമ്മൾ പോവല്ലേ? എന്റെ അബി ഒട്ടും മോശമല്ലാന്ന് എനിക്ക് എല്ലാരും കാണിക്കണം. അത് അവൻ കാണട്ടെ, എനിക്ക് അത്രേ ഉള്ളൂ. കുഞ്ഞെ, ഞാൻ അവളുടെ മുന്നിൽ പോലും പോവില്ല. ദൂരെ നിന്നൊന്ന് കാണണം, എനിക്ക് അത്രേ ഉള്ളൂ. ദൂരെ എനിക്ക് ദൂരെ, ഞാനും ഉണ്ട് നിന്റെ കൂടെ. പോരെ. बारिश की इन बूंदों में आज भी तेरा नाम सुनाई देता है। तेरे जाने के बाद ये कमरा भी खाली सा लगता है। दीवारों पे तेरी हंसी का अक्स अब भी रहता है। जो सपने हमने देखे थे वो रास्ते में सो गए, और हम दोनों देखते देखते एक दूसरे से खो गए। मैं मुस्कुरा तो लेता हूँ पर दिल मेरा रोता है। हर महफिल के शोर में भी तेरा ही जिक्र होता है। तू लौट के क्यों नहीं आती, ये दिल आज भी तेरा है। ബിബി, നിങ്ങൾക്ക് രണ്ടാക്കും സമ്മതം തന്നെയാണല്ലോ അല്ലേ ഈ കല്യാണത്തിന്? രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടെയാണെങ്കിൽ നടക്കട്ടെ. എൻ്റെ പൊന്നങ്കിളെ, എനിക്ക് ഇത്രയും ആക്ടിങ് സ്കില്ലേ ഉള്ളൂ. എൻ്റെ കാര്യം ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടില്ലേ. ഇനി ഫോർമലായിട്ട് പറയണമെങ്കിൽ എനിക്ക് അങ്കിളിൻ്റെ ഇളയ മോളെ നിത്യയെ ഭാര്യയായി സ്വീകരിക്കാനാണ് ഇഷ്ടം. അവളെ കൊണ്ടുപോവാ. बारिश की इन बूंदों में आज भी तेरा नाम। ബിബി വെയിറ്റ്, എനിക്ക് എന്റെ മൂത്ത മോളോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. आने के बाद ये कमरा भी खाली, എന്റെ മോൾക്ക് സമ്മതം തന്നെയായിരുന്നു ഈ കല്യാണത്തിന്? दीवारों पे तेरी ഇപ്പൊ അച്ഛനെടുത്ത തീരുമാനം തന്നെയാണ് നല്ലത്. रहता है। जो सपने हमने देखे थे वो रास्ते में सो गए, और हम दोनों देखते देखते एक दूसरे से खो गए।
मैं मुस्कुरा तो लेता हूँ पर दिल मेरा रोता है हर मैं അബി ഈ മണ്ഡപത്തിലോട്ടൊന്ന് വരാമോ? ഇങ്ങോട്ട് നടക്ക അബി. അബി, എന്റെ ഇളയ മോൾക്ക് ബിബിയാണ് ഇഷ്ടം. അവളുടെ ഇഷ്ടം മാത്രം നോക്കുന്ന ഒരു അച്ഛനാണ് ഞാനെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഇനി അത് തെറ്റിക്കണ്ട. അവളെ ബിബി തന്നെ എടുക്കട്ടെ. പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്. പിന്നെ എന്റെ മൂത്ത മോൾ ഈ വൈകിയ വേളയിലും അവളുടെ ഇഷ്ടം എന്നോട് പറയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടെ അവളുടെ കൈ പിടിച്ച് നിനക്ക് ഞാൻ തരും. പക്ഷെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ അവൾക്ക് തിരിച്ചും നിന്നോട് ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടായിരിക്കണം. നീ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടം ഉറപ്പുവരുത്തി നിനക്ക് ഈ താലിയെടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടാം. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ. പിന്നെ നിന്റെ ഉത്തരം അത് ഇന്നലെ തന്നെ ഞാൻ കേട്ടതാണല്ലോ. അതുകൊണ്ട് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. मैंने चांद से पूछा था क्या उसने तुझे देखा है उसने चुप रहकर बस इतना कहा